ഹായ് കുട്ടികളെ, ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് കാണിക്കുന്നത്. ലെൻസ്, മിറർ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്, അതുപോലെ കോൺവെക്സ്, കോൺകേവ് ഇതെങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്നുള്ളതാണ്. സിമ്പിളാണെങ്കിൽ പോലും ചില കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉള്ളതായിട്ട് കാണാം. ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് മിററാണ്. മിററാണെങ്കിൽ ഇങ്ങനെ ഒരു ഭാഗം കോട്ട് ചെയ്തിട്ടുണ്ടാകും. റയോപ്റ്റിക്സിൽ നിങ്ങൾ തിയറി വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം റിഫ്ലക്റ്റിംഗ് സർഫസും മറ്റേ ഭാഗം കോട്ട് ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ കയ്യിലിരിക്കുന്നത് ഒന്ന് കോൺവെക്സും ഒന്ന് കോൺകേവ് മിററുമാണ്. എങ്ങനെയാണ് കോൺകേവ് മിറർ തിരിച്ചറിയുന്നത്? കോൺകേവ് മിററിൽ ഒരു പക്ഷേ വീഡിയോയിൽ കാണുമ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ലാബിൽ ചെന്നിട്ട് ഈ മിറർ കയ്യിലെടുക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഉള്ളിലേക്ക് വളഞ്ഞിരിക്കുകയാണ്. കർവ്ഡ് ടു ഇൻവേർഡ്, ഉള്ളിലേക്ക് വളഞ്ഞിരിക്കുകയാണ്. നിങ്ങളത് കയ്യിലെടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ട് ഇതിനെ പറയുന്നതാണ് കോൺകേവ് മിറർ. അതേസമയം ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് കോൺവെക്സ് മിററാണ്. ഇതിൻ്റെ സെൻറ്റർ ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. കർവ്ഡ് ഔട്ട്വേർഡാണ്. ഇവിടെ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. സെൻറ്റർ ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. ഇതാണ് കോൺവെക്സ് മിറർ. അപ്പം ഇത് കോൺകേവ് മിറർ. ഇത് കോൺകേവ് മിററും ഇത് കോൺവെക്സ് മിററും. കോൺകേവ്, കോൺവെക്സ്. ഓക്കെ, നമുക്ക് ലെൻസ് നോക്കാം. ഇതും കോൺകേവും കോൺവെക്സ് ലെൻസുമാണ്. ഇത് രണ്ടും ട്രാൻസ്പെറൻ്റ് ആണ്. ഇതും ഒരു പക്ഷേ വീഡിയോയിലൂടെ കാണുമ്പം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. ലാബിൽ ചെന്ന് നിങ്ങൾ ലെൻസ് കയ്യിലെടുക്കുമ്പം നിങ്ങൾക്കത് മനസ്സിലാകും. ഇത് സെൻറ്റർ ഭാഗം തിക്നെസ് കൂടിയതാണ്. സെൻറ്റർ മറ്റുള്ള ഭാഗത്തെ അപേക്ഷിച്ച് സെൻറ്റർ ഭാഗം തിക്നെസ് കൂടിയതാണ്. ഇതിനെ പറയുന്നതാണ് കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ്. ഇത് സെൻറ്റർ ഭാഗം മറ്റ് ഈ ഭാഗത്തിനെ അപേക്ഷിച്ച് തിന്നാണ്. അപ്പോൾ ഇതിനെ പറയുന്നതാണ് കോൺകേവ് ലെൻസ്. കോൺകേവ്, കോൺവെക്സ്.